Next, question number 6. A rectangular sheet of tin 45 cm by 24 cm is to be made into a box without a top by cutting off square from each corner and folding up the flaps. What should be the side of the square to be cut off so that the volume of the box is maximum? ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 45 സെൻറ്റിമീറ്റർ ലെങ്ത്തും 24 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ 4 കോർണേഴ്സിൽ നിന്നും സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ഓപ്പൺ ബോക്സ് ഉണ്ടാക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഇപ്പോൾ മാക്സിമം വോളിയമുള്ള ബോക്സ് ഫോം ചെയ്യാൻ എത്ര ലെങ്ത്ത് വരുന്ന സ്ക്വയറാണ് കോർണേഴ്സിൽ നിന്ന് കട്ട് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ടു ബി കട്ട് ഓഫ് എന്ന് എടുക്കുക. ഇനി വോളിയം ഓഫ് ദ ബോക്സ് ഫോംഡ് അപ്പോൾ എന്തായിരിക്കും? ലെങ്ത് എന്ന് പറയണത് കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ബോക്സിൻ്റെ ലെങ്ത്ത് 45 മൈനസ് 2x ആയിരിക്കും. ബ്രെഡ്ത്ത് പോലെ 24 മൈനസ് 2x, ഹൈറ്റ് എക്സ്. ഇപ്പോൾ വോളിയം ഓഫ് ദ ബോക്സ് ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 45 മൈനസ് 2x ഇൻറ്റു 24 മൈനസ് 2x ഇൻറ്റു എക്സ്. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാണ്. ബ്രാക്കറ്റൊക്കെ മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ക്യൂബിക് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. 4x³ മൈനസ് 138x² പ്ലസ് 1080x. ഇനി അതിൻ്റെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാണേണ്ടത്. v dash is equal to 12x² minus 276x plus 1080. ഇനി അതിൽ 12 കോമൺ ഔട്ട് സൈഡ് എടുത്താൽ 12 ഇൻറ്റു x² മൈനസ് 23x പ്ലസ് 90. ഇനി ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അപ്പോൾ 12 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 18. ഇനി നമുക്ക് ഒന്നുകൂടിയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ വി ഡബിൾ ഡാഷ് ഈക്വൽ ടു 24x മൈനസ് 276. ഇത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഇക്വേഷനെയാണ് ഒന്നുകൂടിയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി ഡബിൾ ഡാഷ് ഈക്വൽ ടു 24x മൈനസ് 276. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ വി ഡാഷ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 5, 18. ബട്ട് എക്സ് ഈക്വൽ ടു 18 ഇസ് നോട്ട് പോസിബിൾ. കാരണം നമ്മൾ കട്ട് ചെയ്യണ സ്ക്വയറിൻ്റെ സൈഡാണ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അത് 18 ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ബോക്സ് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്നുള്ള വാല്യൂ മാത്രമേ നമുക്ക് പോസിബിളായിട്ടുള്ളൂ. ഇനി എക്സ് 5 ആവുമ്പോൾ വി ഡബിൾ ഡാഷിൻ്റെ സിമ്പിൾ നോക്കണം. വി ഡബിൾ ഡാഷ് ഓഫ് 5 ഈക്വൽ ടു 24 ഇൻറ്റു 5 മൈനസ് 276, which is always less than 0. Therefore, volume will be maximum when x equal to 5. Therefore, volume of the box will be maximum when 5 centimeter square is cut off from the corners of the given rectangle. Next question, question number 7. Show that of all rectangles inscribed in a given fixed circle, the square has maximum area. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. വി ആർ ഗിവൺ എ ഫിക്സഡ് സർക്കിൾ. ഫിക്സഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി അതിൽ ഒരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ഇൻസ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ മാറ്റി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് അതിൽ ഇൻസ്ക്രൈബ് ചെയ്യാം. നോക്കാം നമുക്കത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ ഫിക്സഡ് സർക്കിൾ. ഇതിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ മാക്സിമം ആവണത് സ്ക്വയർ ആവുമ്പോൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളെടുക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈ ആണെന്ന് എടുക്കുക. സർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് എടുക്കുക. അപ്പോൾ ഡയമീറ്റർ 2r ആയിരിക്കും. ഇനി ആ റൈറ്റ് ട്രയാങ്കിളിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും x² പ്ലസ് y² ഇസ് ഈക്വൽ ടു 2r ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് x² പ്ലസ് y² ഇസ് ഈക്വൽ ടു 4r². ഇനി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എടുക്കുക. എ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. നമ്മൾ ഒരു വേരിയബിളിലാക്കിയതിന് ശേഷം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ്,
മറ്റേ ഇക്വേഷനിൽ നിന്ന് എടുത്തെഴുതണം. അപ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 4r² മൈനസ് x². ഇനി ഇവിടെ എ പോസിറ്റീവാണ്, അപ്പോൾ എ മാക്സിമം ആവുന്നിടത്ത് a² മാക്സിമം ആയിരിക്കും. നമുക്ക് ഈ റൂട്ട് ഉള്ളത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ കാണുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ a² എടുത്തിട്ട് ചെയ്യാം. a² ഇസ് ഈക്വൽ ടു x² ഇൻറ്റു 4r² മൈനസ് x², വിച്ച് ഇസ് ഈക്വൽ ടു 4r² x² മൈനസ് x⁴. Now differentiating, d by dx of a² is equal to 4r² into 2x minus 4x cube, which is equal to 8r²x minus 4x cube. Now take 4x outside, therefore we get 4x into 2r² minus x². Now finding second derivative, d² by dx² of a² is equal to 8r² minus 12x². ഇനി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. d by dx of a² equal to 0 implies either x equal to 0 or x² is equal to 2r², from which we get x equal to root 2r. But x is not equal to 0. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലെങ്ത് ആണ്, അതെന്തായാലും 0 ആവില്ല. Therefore x is equal to root 2r. ഇനി when x equal to root 2r, d² by dx² of a² കണ്ടു നോക്കാം. It is 8r² minus 12 into 2r². That is 8r² minus 24r², which is negative 16r², and it is less than 0. Therefore, when x equal to root 2r, area is maximum. ഇനി എക്സ് റൂട്ട് 2r ആകുമ്പോൾ വൈയുടെ വാല്യൂ കണ്ടു നോക്കാം. y is equal to root of 4r² minus 2r², which is equal to root of 2r², which is equal to root 2r. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഏരിയ മാക്സിമം ആവണത് എക്സും വൈയും റൂട്ട് 2r ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് വെൻ ദ റെക്റ്റാങ്കിൾ ഇസ് എ സ്ക്വയർ. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാക്സിമം ആവുന്നത് അതൊരു സ്ക്വയർ ആവുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ റൈറ്റ് സർക്കുലർ സിലിണ്ടർ of greatest curved surface area which can be inscribed in a given cone is half of that of the cone. ക്വസ്റ്റ്യനിൽ പറയണത് ഇതാണ്. ഒരു കോണിൻ്റെ ഉള്ളിൽ, തന്നിട്ടുള്ള കോണിൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ടർ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അതിൽ ഇൻസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യണ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ മാക്സിമം ആവണത് ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ഹാഫ് ദ റേഡിയസ് ഓഫ് ദ കോൺ ആവുമ്പോഴാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുക. സിലിണ്ടറിന് നമ്മൾ PQDE എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. കോണ് ABC എന്ന്. അതിൽ OC ആണ് റേഡിയസ് ഓഫ് ദ കോൺ, അത് R എന്നെടുക്കുക. OA ആണ് ഹൈറ്റ് ഓഫ് ദ കോൺ, അത് സ്മോൾ h എന്നെടുക്കുക. അതുപോലെ OE റേഡിയസ് ഓഫ് ദ സിലിണ്ടറിന് സ്മോൾ x എന്നെടുക്കുക. ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കിട്ടും. ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ QEC. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. QE by AO equal to EC by OC. That is QE by H equal to R minus X by R. Therefore, height of the cylinder QE can be written as H by R into R minus X. ഇനി കേർവ്ഡ് സർഫസ് ഏരിയ നോക്കാം സിലിണ്ടറിൻ്റെ. അപ്പോൾ S is equal to 2π റേഡിയസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് വരേണ്ടത്. അപ്പോൾ 2π ഇൻറ്റു എക്സ് ഇൻറ്റു QEക്ക് മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2π എക്സ് ഇൻറ്റു H by R ഇൻറ്റു R minus X. ദാറ്റ് ഈസ് 2π H by R ഇൻറ്റു RX minus X². ഇവിടെ എസ് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എസ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2π H by R ഇൻറ്റു R minus 2x. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എസ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2π H by R ഇൻറ്റു -2, വിച്ച് ഇസ് ഈക്വൽ ടു -4π H by R. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ എസ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ്
r equal to 2x, which implies x equal to r by 2. ഇനി x equal to r by 2 എന്നുള്ള വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുത്തു നോക്കണം. എസ് ഡബിൾ ഡാഷ് ഓഫ് ആർ ബൈ 2 ഈക്വൽ ടു നെഗറ്റീവ് 4πh ബൈ ആർ. അവിടെ എക്സ് ഇല്ല, എക്സ് ഉണ്ടെങ്കിൽ എക്സിന് ആർ ബൈ 2 എന്ന് കൊടുത്തു നോക്കണം. അപ്പോൾ എക്സ് ഇല്ലാത്ത കാരണം കുഴപ്പമില്ല, എന്തായാലും അത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ആർ ബൈ 2 ഇസ് എ പോയിൻ്റ് ഓഫ് മാക്സിമ. Therefore, curved surface area of cylinder is maximum when x equal to r by 2. That is when radius of cylinder is half the radius of the cone. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. കർവ് സർഫസ് ഏരിയ മാക്സിമം ആണത്. റേഡിയസ് ഓഫ് സിലിണ്ടർ ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് ദ കോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. A wire of length 28 meters is to be cut into 2 pieces. One of the pieces is made into a square and the other into a circle. What should be the length of the 2 pieces so that the combined area of the square and the circle is minimum? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വയർ 28 മീറ്റേഴ്സാണ് അതിൻ്റെ ലെങ്ത്ത്. അത് 2 പീസാക്കി കട്ട് ചെയ്ത് ആദ്യത്തെ പീസ് സ്ക്വയർ ഉണ്ടാക്കാനും സെക്കൻഡ് പീസ് സർക്കിൾ ഉണ്ടാക്കാനും യൂസ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത്സ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ദ കമ്പൈൻഡ് ഏരിയ ഓഫ് സ്ക്വയർ ആൻഡ് സർക്കിൾ ഈസ് മിനിമം. Let AB be the given wire of length 28 meters. Let it be cut at the point P. First part is made into a square and second part is made into a circle. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത് എക്സ് ആയ കാരണം നമുക്ക് സ്ക്വയറിൻ്റെ പെരിമീറ്റർ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ 4a ഈക്വൽ ടു എക്സ്, വേർ എ ഈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അതിൽ നിന്ന് എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 4. അതേപോലെ സെക്കൻഡ് പാർട്ടിൻ്റെ ലെങ്ത്ത് 28 മൈനസ് എക്സ് ആണ്. ഇപ്പോൾ പെരിമീറ്റർ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ 2πr ഇസ് ഈക്വൽ ടു 28 മൈനസ് എക്സ്. അതിൽ നിന്ന് സർക്കിളിൻ്റെ റേഡിയസും കണ്ടുപിടിച്ച് വയ്ക്കാം. r ഇസ് ഈക്വൽ ടു 28 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2π. സ്ക്വയറിൻ്റെയും സർക്കിളിൻ്റെയും കമ്പൈൻഡ് ഏരിയ മിനിമം ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ഏരിയയുടെ ഫോമുല എടുക്കാം. ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ. എയ്ക്കും ആറിനും നിങ്ങൾ മുമ്പത്തെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് പൈ ഇൻറ്റു 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 4π സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π. ഇനി ഇതിൻ്റെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാണേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ 2x ബൈ 16 പ്ലസ് 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന് നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 28 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ഡിവൈഡഡ് ബൈ 4π which is equal to x by 8 plus negative 28 minus x divided by 2π which is equal to x by 8 minus 28 minus x divided by 2π. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/8 പ്ലസ് 1/2π. അത് 28 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -1 എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 1/2π 1/8 പ്ലസ് 1/2π. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ബൈ 8 ഈക്വൽ ടു 28 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2π. ദാറ്റ് ഈസ് എക്സ് ബൈ 8 പ്ലസ് എക്സ് ബൈ 2π ഈക്വൽ ടു 28/2π. എക്സ് ഉള്ള ടേംസ് ലെഫ്റ്റിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇനി എക്സ് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ഇൻറ്റു 1/8 പ്ലസ് 1/2π ഈക്വൽ ടു 14/π. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 2π പ്ലസ് 8 ഡിവൈഡഡ് ബൈ 16π ഈക്വൽ ടു 14/π. Therefore x is equal to 14/π into 16π divided by 2π plus 8 which is equal to 14 into 8 by pi plus 4 which is equal to 112/8.
പൈ പ്ലസ് 4. ഇനി എക്സിൻ്റെ വാല്യൂ എ ഡബിൾ ഡാഷിൽ കൊടുത്തിട്ട് അതിൻ്റെ സിമ്പിൾ നോക്കണം. വെൻ എക്സ് ഈക്വൽ ടു 112 ബൈ പൈ പ്ലസ് 4 എ ഡബിൾ ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ 0. Therefore area is minimum when x equal to 112 by x plus 4. അപ്പോൾ എക്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് പീസിൻ്റെ ലെങ്ത്ത് കാണാൻ 28 മൈനസ് എക്സ് കണ്ടുവയ്ക്കണം. അപ്പോൾ 28 മൈനസ് 112 ബൈ പൈ പ്ലസ് 4. ഇത് LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ 28 പൈ ഡിവൈഡഡ് ബൈ പൈ പ്ലസ് 4 എന്ന് കിട്ടും. Therefore required lengths of two pieces are 112 by pi plus 4 meter and 28 pi by pi plus 4 meter. Now question number 10. Show that the semi-vertical angle of the cone of the maximum volume and of given slant height is tan inverse root 2. ഇപ്പോൾ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. കോണിൻ്റെ റേഡിയസ് 6, ഹൈറ്റ് h, സ്ലാൻഡ് ഹൈറ്റ് l, പിന്നെ ആൽഫയാണ് സെമി വെർട്ടിക്കൽ ആംഗിൾ. അത് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വോളിയം മാക്സിമം ആവുന്ന കേസാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ വോളിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. v ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ h ആണ്. ഇനി ഇതിൻ്റെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാണേണ്ടത്. പക്ഷെ അത് ഒരു വേരിയബിളിലാക്കണം. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അതിൽ നിന്ന് ആർ സ്ക്വയറിന് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയറിന് എഴുതാം. ദർഫോർ വി ഇസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച്, വിച്ച് ഇസ് ഈക്വൽ ടു π/3 ഇൻറ്റു എൽ സ്ക്വയർ എച്ച് മൈനസ് എച്ച് ക്യൂബ്. ഇതിൽ എല്ല് ഗിവൺ സ്ലാൻഡ് ഹൈറ്റ് ആയ കാരണം കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്റ്റ് ടു എച്ച് ആണ് ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോണത്. ഡിഫറൻഷ്യേറ്റിംഗ് വി ഡാഷ് ഈക്വൽ ടു π/3 ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് 3h സ്ക്വയർ. വിത്ത് റെസ്പെക്റ്റ് ടു എച്ച് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് വി ഡബിൾ ഡാഷ് ഈക്വൽ ടു π/3 ഇൻറ്റു 0 മൈനസ് 6h വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 2πh. നൗ വി ഡാഷ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3h സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നിന്ന് എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 3. ദർഫോർ എച്ച് ഇസ് ഈക്വൽ ടു എൽ ബൈ റൂട്ട് 3. ഇനി എച്ച് എൽ ബൈ റൂട്ട് 3 ആകുമ്പോൾ വി ഡബിൾ ഡാഷിൻ്റെ സിമ്പിൾ നോക്കാം. വി ഡബിൾ ഡാഷ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. വി ഡബിൾ ഡാഷ് ഈസ് ലെസ് ദാൻ 0. ദർഫോർ വോളിയം ഈസ് മാക്സിമം. ഇനി ടാൻ ആൽഫ കണ്ടു നോക്കാം. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി അതിൽ എച്ചിന് എൽ ബൈ റൂട്ട് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് റൂട്ട് 2 എന്ന് കിട്ടും. ദർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് 2. നമുക്ക് കാണിക്കേണ്ടതാണ് മാക്സിമം വോളിയം വരുന്നത് ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് 2 ആകുമ്പോഴാണെന്നാണ് കാണിക്കേണ്ടത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്.